ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ ആദ്യം കണ്ട കമന്റ്സ് ആണ് ഇത്. സെഷ്യൽ റിലേഷൻഷിപ്പ് അല്ല ശരിക്കും ജീവിതം. സെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു താൽക്കാലിക സുഖം മാത്രമാണ്. ആ സുഖത്തിന് വേണ്ടി നമ്മൾ ലിവിംഗിൽ താമസിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നുമില്ല. അതൊക്കെ നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാലം. 20 വയസ്സിലൊന്നും ലിവിങ് ടുഗദർ ഒന്നും ആരംഭിച്ചുകൂടാ. പരിചയം തന്നെ, ലോകത്തിനെ പറ്റിയുള്ള ധാരണ തന്നെ ഉണ്ടാകണം 10-25 വയസ്സെങ്കിലും ആകേണ്ടതുണ്ട്, എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും ഉണ്ടാകണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ലിവിംഗ് ടുഗദർ ആണ് ടോപ്പിക്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ 24 ന്യൂസിൽ ഇതിനെക്കുറിച്ചിട്ട് ഡിബേറ്റ് തന്നെ തമ്മിൽ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ലിവിംഗ് ടുഗദർ ഓർ മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്തിൽ ലിവിംഗ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി പറഞ്ഞ് വേറെ ഏതൊക്കെയോ സാധനങ്ങളാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ലിവിംഗ് ടുഗദർ. അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലി കണ്ടുവന്നേക്കുന്ന ഒരു സാധനം വെച്ചാൽ കല്യാണമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ ഇപ്പോഴും പല ആളുകളും ബുദ്ധിമുട്ടായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ് സൈഡിലോട്ട് കൊടുക്കാം. ഒന്ന് സാറ ജോസഫ്, 2 അലിൻ റെജി ചാക്കോ എന്ന് പറയുന്ന ഈ 2 ആളുകൾ. ഇവരെ റിലേഷൻഷിപ്പിലാണ്, ലിവിംഗ് ടുഗദർ ആണ്. അപ്പം ഇവരുടെ കമന്റ് ബോക്സുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇവരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവരുടെ ഒരു വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാം. ഞങ്ങള് ലിവിംഗിൽ നിൽക്കാൻ ഈ വീടെടുത്ത ടൈമിൽ ഈ വീട്ടിലൊന്നുമില്ലായിരുന്നു, ഞാനും ചാച്ചനും മാത്രം. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് കൂട്ടി വെച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇപ്പൊ പറയുമ്പോ ഈസി ആയിട്ട് തോന്നും, പക്ഷെ അത്ര ഈസി അല്ലായിരുന്നു ആ ടൈമൊക്കെ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇന്ന് എന്റെ വർക്കിംഗ് ഡേ ആണ്, ചാച്ചന് ഇന്ന് ഓഫാണ്. അപ്പൊ രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ വരും. അപ്പൊ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്ക പുഴുങ്ങിയതും മുട്ടയായിരുന്നു. അപ്പൊ പിന്നെ അത് വെച്ചു ഞാൻ പിന്നെ അപ്പൊ എല്ലാം ക്ലീൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഇന്നലെ തൊട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്ഷീണം. അപ്പൊ രാവിലെ എണീറ്റപ്പോ ഒരു നാരങ്ങളും ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മ. ഒരു ദിവസം 24 മണിക്കൂറുണ്ടല്ലോ, എന്റെ 23 മണിക്കൂറും ചാച്ചൻ ഇങ്ങനെ തന്നെയായിരിക്കും. 1 മണിക്കൂറും എല്ലാം ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഇരുന്നായിരുന്നു. പിന്നെ എന്റെ കൂടെ വന്ന പിന്നെ കുറെ ജോലിയൊക്കെ ചാച്ചനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചാച്ചന്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഓമനിച്ച് വളർത്തിയതാ. പക്ഷെ എന്റെ കൂടെ വന്ന പിന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയിട്ടാണ്. ഞാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എനിക്ക് ബോക്സിലൊക്കെ ആക്കി തരും. ഞാൻ കുളിക്കാൻ കയറിയ ടൈം കൊണ്ട് ആശാൻ തന്നെ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. ഓഫ് ഉള്ളപ്പോ എനിക്ക് വീട്ടിലിരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ലല്ലോ. വഴി ഫുള്ള് പൊടിയായതുകൊണ്ടാണ് ചാച്ചൻ കണ്ണാടി വെച്ച്. സോ ഇതാണ് ഇവര്. ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് വന്നേക്കുന്ന 2 കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 1.5 വർഷം വ്യഭിചരിച്ച് കള്ളവടി വെച്ചിട്ട് കെട്ടി അങ്ങനെ പറ എന്നൊക്കെയുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൈറലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അറൗണ്ട് 4 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ ഇനി ആ വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ ആദ്യം കണ്ട കമന്റ്സ് ആണ് ഇതൊക്കെ. ഈ കമന്റ്സ് കണ്ടിട്ട് ശരിക്കും എനിക്ക് 1% പോലും വിഷമം വന്നിട്ടില്ല. വിഷമം വരാത്തതിന്റെ കാരണം മേ ബി ചാച്ചൻ തന്നെ ആയിരിക്കും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് കല്യാണം കഴിച്ചവരാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്റെ ലൈഫിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്തത്, സെഷ്യൽ റിലേഷൻഷിപ്പ് അല്ല ശരിക്കും ജീവിതം. സെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു താൽക്കാലിക സുഖം മാത്രമാണ്. ആ സുഖത്തിന് വേണ്ടി നമ്മൾ ലിവിംഗിൽ താമസിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നുമില്ല. അതൊക്കെ നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കാലം. പക്ഷെ നമുക്ക് മാനസികമായിട്ട് ഒരാളുടെ അടുത്ത് അടുക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിച്ചു തുടങ്ങണം. ഞങ്ങൾ ലിവിംഗിലല്ലായിരുന്നെങ്കിൽ മേ ബി ഞാനും ചാച്ചനും ഇന്ന് കല്യാണം കഴിക്കില്ലായിരുന്നു. ഞങ്ങൾ അത്രത്തോളം അടുത്തത് ഞങ്ങൾ ലിവിംഗിൽ നിന്നതിന് ശേഷമാണ്. എന്നും പറഞ്ഞ് എല്ലാവരും ലിവിംഗിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ലിവിംഗ് ടുഗദർ ഒരു തെറ്റാണ്. ലിവിംഗ് ടുഗദർ നിൽക്കുന്നത് ഇതിനു വേണ്ടിയാണ് ചിന്തിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. ഇത്രയും ആൾക്കാർ പ്രേമിച്ചതിന് ശേഷം ബ്രേക്കപ്പ് ആവുന്നു. ചിന്തിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെ. സത്യം. ഇപ്പോഴും പല ആളുകൾ വിചാരിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ലിവിംഗ് ടുഗദറിലോട്ട് ആളുകൾ പോകുന്നത് അവരുടെ ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കണ്ടെത്തുന്ന ഒരു വഴി എന്ന നിലയിലാണ് ഇപ്പോഴും പല ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു പല പേരുകളും വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ് ആണെങ്കിലും ആളുകൾ ഇടുന്നത്. എന്നാൽ ഈ ഒരു ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ വിചാരിച്ചേക്കുന്ന ഈ ഒരു കാര്യം അങ്ങനെയല്ല. കാര്യം ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് മറ്റു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം 2 ആളുകൾക്ക് അവർക്ക് മറ്റ് റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് 2 പേർക്ക് സമ്മതമാണെങ്കിൽ ആ ഒരു ഫ്ലർട്ടേഷൻഷിപ്പിലൂടെയോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലൂടെയോ ഒക്കെ തന്നെ അവർക്ക് ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനെ കൊണ്ട് തൊട്ടിപ്പുറത്ത് മറ്റു പല കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു ലിവിംഗ് ടുഗദറിലോട്ട് പോകേണ്ടുന്ന ഒരു ആവശ്യകതയില്ല. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രമല്ല ഇത്തരത്തിൽ ലിവിംഗ് ടുഗദറിലോട്ട് പോവുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു ലിവിംഗ് ടുഗദർ എന്ന നിലയിൽ ഇതിനെ മറ്റൊരു രീതിയിൽ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് താല്പര്യപ്പെട്ടുകൊണ്ട് ലിവിംഗ് ടുഗദർ വരുന്ന ചില ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ട് നമുക്കിനി മുന്നോട്ട് സംസാരിക്കാം. അവരെക്കുറിച്ചല്ല ഇപ്പം നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ലിവിംഗ് ടുഗദർ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ, ഈ പല ആളുകളും കല്യാണ ശേഷം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നമ്മൾ കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുന്ന ടൈമിൽ എന്നെ പൊന്നെ പൂവേ കറലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കല്യാണ ശേഷം ആ ഒരു വ്യക്തി അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് സ്ത്രീകളും പറയാറുണ്ട്, പുരുഷന്മാരും പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ
നമ്മൾ ഒരാളെ എത്രത്തോളം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാന്ന് പറയല്ലോ. പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഒരു ഫാന്റസി വേൾഡിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കിന് കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയായിരുന്നില്ല ചില യാഥാർത്ഥ്യങ്ങളിലോട്ട് നമ്മൾ എത്തും അല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം പലരും പറയാറുള്ളൊരു ഡയലോഗാണ്, പ്രണയിക്കുന്ന രണ്ടാളുകൾ ദൂരെ ഒരു യാത്ര പോകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. കാര്യം ആ ഒരു യാത്രയിലൂടെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിനെ അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള നിലയിൽ അല്ലേ. ഇപ്പം രണ്ടാളുകൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ പോവുകയാണ്. ആ സമയങ്ങളിൽ നമ്മൾ ഇന്നലെ കണ്ടൊരു വ്യക്തിയല്ല എന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നീട് അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് ഇന്നലെ ഞാൻ കണ്ടൊരു വ്യക്തിയല്ല ഇന്നെന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ആവുന്ന പല ആളുകളും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. കാര്യം ഡിവോഴ്സിൻ്റെ എണ്ണം ഇന്ന് വളരെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം രണ്ടാളുകൾ ലിവിങ് ടുഗദറിൽ പോകുന്നത് അവർക്ക് മെന്റലി മറ്റുള്ളവരെ മനസ്സിലാക്കാനും അത്രത്തോളം അറ്റാച്ച്ഡ് ആവാനും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും പല ആളുകൾക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പം കല്യാണം കഴിച്ചാൽ മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇനി ഈ ഒരു കാര്യത്തെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ലിവിങ് ടുഗദറിനെയൊക്കെ ആളുകൾ മറ്റൊരു രീതിയിലോട്ട് കാണുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഓപ്പൺ റിലേഷനൊക്കെ താല്പര്യപ്പെട്ട് വരുന്ന ചില ആളുകൾ അതിനെ ലിവിങ് ടുഗദർ എന്ന് പേരിട്ട് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചില ചർച്ചകളിൽ വരുന്ന ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുമ്പോഴാണ് ആൾക്കാർ ഇതിനെ വേറൊരു രീതിയിൽ കാണുന്നത്. കാരണം ഈ 24 ന്യൂസിലെ ഈ ഡിബേറ്റിനകത്ത് ഒരു വ്യക്തി വന്നിരുന്നു, ഈ ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആളും തന്റെ പാർട്ണറും ഉണ്ട്. അപ്പൊ അവര് പറയുന്നതായിരിക്കും ഞാൻ കൊണ്ട് പ്ലേ ചെയ്യാം. ശരിയായ സംഭവം അല്ലേ. അപ്പൊ എത്ര കാലമായി പരീക്ഷണമാണോ? ഇപ്പം 3 വർഷമായി ഞങ്ങൾ ഒരുമിച്ചായിട്ട്. അതിനു മുമ്പും പലരുടെയും കൂടെ ഈ പരീക്ഷ നടത്തിയിട്ടുണ്ട്. ആരാലും ജോസോ? എന്നിട്ട് ആ പരീക്ഷണമൊക്കെ വിജയിച്ചിരുന്നു? പരീക്ഷണം വിജയിച്ചുകൊണ്ടാണല്ലോ പുതിയ ആളുടെ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്റെ സംശയം എന്താണെന്ന് അറിയാമോ, ഈ പരീക്ഷണ വസ്തുവായിട്ട് ആൾക്കാർ ഉപയോഗിക്കുകയാണ് എന്ന് ജനത്തിന് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെ എന്തും സംശയിക്കാമല്ലോ. അതവിടെ ഫ്രീഡം അല്ലേ? അതെ. അതുപോലെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് എതിരഭിപ്രായമുണ്ട്. ലോകത്തിൽ ആദ്യം മുതലുള്ളത് ലിവിങ് ടുഗദറാണ്. ശേഷം 1.75 ലക്ഷം വർഷമാണ് മനുഷ്യന്മാരുണ്ടായിട്ട്. അതിനകത്തൊരു 10,000 വർഷമേ ആയിട്ടുള്ളൂ കൃഷി തുടങ്ങിയിട്ട്. ഈ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളെ സ്വന്തം വസ്തുവായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യം വന്നു തുടങ്ങി, സ്വകാര്യ സ്വത്തൊക്കെ വന്നു തുടങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാർട്ണറെ സ്വന്തം അടിമയെ പോലെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയത്. അതിനുശേഷം വളരെ അടുത്താണ് ഈ വ്യവസ്ഥാപിത കുടുംബം എന്ന് പറഞ്ഞ സാധനമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ലിവിങ് ടുഗദറാണ് ആദ്യമായിട്ടുള്ളത്. എല്ലാ ജീവികളും ലിവിങ് ടുഗദറാണുള്ളത്. പിന്നീട് ഉണ്ടാക്കിയ സെറ്റപ്പായി കല്യാണം വളരെ കുറച്ച് പേര് ഉണ്ടാക്കിയ സെറ്റപ്പാണ്. അതായത് മനുഷ്യർ ഒരിക്കലും സന്തോഷിക്കരുത് എന്ന് വിചാരിച്ച് രൂപപ്പെടുത്തിയെടുത്ത സംവിധാനമാണ് ഈ വിവാഹം. ഈ പുള്ളി പറഞ്ഞേക്കുന്ന കാര്യം ശരിക്കും ഇങ്ങനെയല്ല. ഇപ്പൊ ഈ കൃഷി ഇപ്പൊ നമ്മുടെ സംസ്കാരമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ഈ മൈത്രേയൻ എഴുതിയേക്കുന്ന ഒരു ബുക്കുണ്ട് മനുഷ്യരറിയാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറൊക്കെ നമ്മളോട്ട് എങ്ങനെ വന്നു എന്നുള്ള സാധനം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറെ നാൾ മുമ്പ് വായിച്ചാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവ കാര്യങ്ങളൊന്നും അല്ല. താൻ ബന്ധപ്പെട്ടേക്കുന്ന ആ ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്ന ആ ഒരു കുഞ്ഞ് അത് തൻ്റേത് മാത്രമായിരിക്കണം. നാളെ ഒരാൾ അല്ലെങ്കിൽ അയാൾക്ക് മറ്റൊരാളൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ തൻ്റെ സ്വന്തമാവണം എന്നുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അത്രയും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്താണെങ്കിലും ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഈ സന്തോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിലൊരു സാധനം അല്ലെങ്കിൽ ഒരു കല്യാണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആദ്യം നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് പുള്ളി പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ആശ പറഞ്ഞതുപോലെ ഒരു മുനിസിപ്പൽ കക്കൂസ് പോലെയാണ് വിവാഹം. തീരെ മെയിൻ്റനൻസ് ഇല്ല. അപ്പം പുറത്ത് നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും കയറി സാധിക്കണം. അകത്ത് കയറിയവർക്കോ പക്ഷെ നിവൃത്തിയില്ല. നാട്ടുകാരെന്ത് പറയും? അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കും. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകാൻ പോകുന്ന ഈ പ്രയോഗമായിരിക്കും മുനിസിപ്പൽ കക്കൂസാണ് കല്യാണം. ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അതിനകത്തുണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പൊ എത്ര പങ്കാളികളുമായി താങ്കളുടെ ഈ ജൈത്രയാത്ര നടത്തിയിരുന്നു? അതിനകത്തൊരു വ്യക്തിപരമായ കാര്യമാണ്. എന്നാലും ഒരു നമ്പർ ഞാൻ ചോദിക്കുന്നത്, എന്റെ ഒരു സന്തോഷം. റിലേഷൻഷിപ്പിൽ ആയിരിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മിക്കവാറും എല്ലാ മതങ്ങളും മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ഓഫർ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ തന്നെ അങ്ങനെയൊക്കെ ജീവിച്ചു നോക്കിയാൽ പോരെ? ഓക്കെ. അല്ല, ഞാൻ ഇവിടെ പുള്ളി പറഞ്ഞത് പുള്ളിനെ ഒരു പൊട്ടന്ന് വിളിക്കണമെന്ന് പല ആളുകൾക്കും തോന്നുന്നു. പക്ഷെ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ പുള്ളി പറഞ്ഞേക്കുന്ന ശരിയാണ്. പല മതങ്ങളിലും ഇത്തരത്തിൽ മരണപ്പെട്ട് അതിന് ശേഷം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു. അപ്പം ഈ ഭൂമിയിൽ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പുള്ളി ഇവിടെ ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്ത് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് മീൻസ് അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി ഇവിടെ വന്നേക്കുന്നത് അല്ലെ. സത്യം പറഞ്ഞാൽ മൈത്രേയനാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനെ കൊണ്ട് അത്രയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്ത് ഈ ഒരു വ്യക്തി ഇരുന്ന് പറയുന്ന അടുത്ത സാധനം കൂടെ കേട്ടോ. പങ്കാളികളോട് ജീവിച്ചു, അത് ആ പരീക്ഷണം പരാജയമായിരുന്നു വിജയമായിരുന്നു എന്ന് എന്തിന്റെ അളവുകോലില്ല താങ്കൾ തീരുമാനിക്കുന്നത്? എത്ര ദിവസം സന്തോഷമായിരുന്നു എന്ന് മാത്രം ആലോചിക്കും. ഓക്കെ, മാക്സിമം റെക്കോർഡ് എത്ര? 5 കൊല്ലോ, 5 വർഷം. അതായത് ഏറ്റവും ചെറുത് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് അല്ല പുതിയത് തുടങ്ങിയോ? ഒക്കെ ഉണ്ട് സർ.
ഓക്കെ, ഗംഭീരായി. ഈ ഒരു വ്യക്തി ഇവിടെ വന്നിരുന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ തന്റെ ഒപ്പം ആ സൈഡിലിരിക്കുന്ന ആ ഒരു ലേഡിയാണ് താൻ ഇപ്പം ലിവിങ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പം ആ ഒരു വ്യക്തി ഉള്ളപ്പോൾ തന്നെ മറ്റൊരാളുമായിട്ടും പോയി എന്നുള്ള സാധനം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആക്ച്വലി ഇവിടെ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, ആ ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഓക്കെ ഞാൻ ഇതാണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരോട്ട് പറയുമ്പോഴത്തേക്കിന് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി പറയണം ഞാനൊരു ഓപ്പൺ റിലേഷനിലാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയണം. അവിടെ കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് റിലേഷൻ ആണ് പറയുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി ഓപ്പൺ റിലേഷൻ ആണ്. ഓക്കെ, ലിവിങ് ടുഗദറിനെ ഓപ്പൺ റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതാണ് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴാണ് പല ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഈ ഓപ്പോസിറ്റ് നിന്ന് കല്യാണത്തെ അനുകൂലിക്കുന്ന ആളുകൾ വന്നിട്ട് ഈ ഒരു വ്യക്തിനെ നല്ല രീതിയിൽ അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നതല്ല ശരി, ഇത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലിവിങ് ടുഗദറിലല്ല എന്നുള്ള അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തി മൈത്രേയൻ തന്നെയാണ്. അപ്പം ആ ഒരു വ്യക്തി മൈത്രേയൻ അദ്ദേഹം ഈ ഒരു ലിവിങ് റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 20 വയസ്സിലൊന്നും ലിവിങ് ടുഗദറൊന്നും ആരംഭിച്ചുകൂടാ. പരിചയം തന്നെ ലോകത്തിനെ പറ്റിയുള്ള ധാരണ തന്നെ ഉണ്ടാകണമെങ്കിൽ 10-25 വയസ്സെങ്കിലും ആകേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും ഉണ്ടാകണം. ഒരു മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാകണമെങ്കിൽ 10-30 വയസ്സിന് 30 വയസ്സിലൊക്കെ മാത്രമേ ആളുകൾ തമ്മിൽ ജീവിച്ച് തുടങ്ങുകയും ചെയ്യാവൂ. അതിന് മുമ്പൊന്നും ചെയ്തു പോലും കൂടാ. കുട്ടികളെ ഉണ്ടാക്കാനും മാത്രമേ അതിന് മുമ്പ് കൊള്ളുള്ളൂ, ജീവിക്കാനൊന്നും കൊള്ളില്ല. കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് 10-16 വയസ്സിലേ ചെയ്യാൻ പറ്റും. അതൊന്നും തെളിവല്ല. അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വ്യക്തികളെന്ന് പറഞ്ഞ് സാമൂഹ്യമായ അംഗീകാരത്തോടെ നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് തന്നെ അതിനുള്ള എബിലിറ്റി ഉള്ളവരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പം ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിനകത്ത് ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് വലിയ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഉത്തരവാദിത്തമുള്ള പുരുഷന്മാരുണ്ടായിട്ടേ ഇല്ല. 1000 പുരുഷന്മാരുടെ ഇടയിൽ ഒരു 5 പേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉത്തരവാദിത്തമുള്ളവർ. ബാക്കിയുള്ളവർ കുഞ്ഞിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന പുരുഷന്മാർ തന്നെയായിരിക്കും. വളരെ ബയോളജിക്കലായിട്ട് നിൽക്കുന്ന ഒരു ജീവി മാത്രമാണ്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള പുരുഷന്മാരാണ് സത്യത്തിൽ ഇനിയും ഉണ്ടാകേണ്ടത്. സെലക്ട് ചെയ്യുന്ന സ്ത്രീകൾ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടായിട്ട്, പക്ഷേ സെലക്ട് ചെയ്യപ്പെടുന്ന പുരുഷൻ ഉത്തരവാദിത്തമുള്ളവനാണെന്ന് അറിയുന്നത് കൂടെ ജീവിക്കുമ്പോൾ മാത്രമാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വിവാഹത്തിൻ്റെയൊക്കെ മീനിങ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഓടിപ്പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പലതരത്തിലുള്ള. അതുകൊണ്ട് ഞാൻ വളരെ സ്വാതന്ത്ര്യമുള്ള സ്വയം ഉത്തരവാദിത്തം ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുള്ള മനുഷ്യർ മാത്രമേ ലിവിങ് ടുഗദർ ചെയ്യാവൂന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അവർ രജിസ്റ്റർ വിവാഹമെങ്കിലും കഴിക്കണമെന്ന് ആവശ്യപ്പെടും ഞാൻ. അല്ലാതെ ഈ അച്ഛനും അമ്മയും ആലോചിച്ച കല്യാണമല്ല. നമ്മൾ അമ്മയും അച്ഛനെയും കല്യാണത്തിന് വിളിക്കണം. അപ്പം സ്വന്തം ജീവിതത്തിനെ പറ്റി അത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഉള്ള ആളുകളാണെങ്കിലാണ് ഞാൻ ഈ പറയുന്ന ഉയർന്ന ബോധമുള്ള രീതിയിൽ ഉള്ള ലിവിങ് ടുഗദർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീഡം അവർക്ക് കിട്ടും. നമ്മൾ ഈ ഇംഗ്ലീഷിൽ എൽബോ സ്പേസ് എന്ന് പറയും. 2 പേരുടെ ഇടയിൽ നിന്ന് തിരിയാനുള്ള ഇടങ്ങൾ കിട്ടും. ആ ഇടങ്ങളുള്ള മനുഷ്യരായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നല്ല വ്യക്തികളായി മാറിയാലേ പറ്റുള്ളൂ. ആ പ്രോസസ്സ് സമൂഹത്തിൽ സ്വാഭാവികമായിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും അത്തരത്തിലുള്ള നമ്മളെ പരുവപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള പേരൻറ്റിങ് ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടും നമുക്ക് അങ്ങനത്തെ വ്യക്തികൾ ഉണ്ടായി പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് മാറി ഉത്തരവാദിത്തം ഉള്ള മനുഷ്യരായി നാളെ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചുകൂടാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ അത് മോശമായതുകൊണ്ടല്ല. സ്വയം ബോധ്യമുള്ളവർക്ക് അത് ചെയ്യുന്നതിനോട് ഞാൻ പരിപൂർണ്ണ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ അങ്ങനല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഒരു കരാറ് വേണം. ഇതൊരു കരാറാണ്. 2 പേര് തമ്മിൽ ഒന്നിച്ച് ജീവിച്ച് ജീവിച്ച് മുന്നേറുന്ന സമയത്ത് അവർക്ക് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാറ് തെറ്റിക്കത്തില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ, ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഇടിക്കാത്ത, അടിവയറ്റിൽ ഇടിക്കാത്ത ആൾക്കാരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ലിവിങ് ടുഗദർ ചെയ്യാവൂ. അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും പെട്ടെന്നൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനൊക്കുന്ന തരത്തിൽ തൊഴിലോ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു വീട് ഒറ്റയ്ക്ക് എടുക്കാനോ അല്ലെങ്കിൽ കടത്തിനെ കിടന്നുറങ്ങാനോ ഒക്കാത്ത ഒരാളാണ് ഇന്ന് സ്ത്രീ. അപ്പോൾ സ്ത്രീകളും പുരുഷനും തുല്യരാണെന്ന് പറയുമ്പോഴും സാമൂഹ്യമായിട്ടല്ല, സങ്കല്പത്തിൽ മാത്രമേ നമുക്ക് തുല്യതയുള്ളൂ. ഈ ചെറിയ പ്രായത്തിലെ ലിവിങ് ടുഗദർ ആണെങ്കിലും കല്യാണമാണെങ്കിലും ഇതിനെ രണ്ടിനെ ഏകദേശം ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ നമ്മളൊരു കരാർ ഉണ്ടാക്കി വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു, മറ്റേത് കരാറില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നത് ലിവിങ് ടുഗദർ ഈ നിലയിൽ തന്നെയല്ലേ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒരു കരാറിൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. പക്ഷെ അത് ചെറിയ പ്രായത്തിലാവുമ്പോഴത്തേക്കിന് ഭാര്യ ഭർത്താവിനെ പോലെ തന്നെയല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ലൈഫ് ഒരുപാട് മുന്നോട്ട് കിടപ്പുണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം ജീവിതത്തെ പറ്റിയിട്ട് കുറേ നമ്മളിനി മുന്നോട്ട് കുറേ കിടപ്പുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം അതിനൊക്കെ മുന്നേ തന്നെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഒരു ലിവിങ് റിലേഷനിൽ പോയിട്ട് ചെറിയ പ്രായത്തിൽ പോയിട്ട്
ആ ഒരു കാര്യത്തോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം പറഞ്ഞതുള്ളൂ. പിന്നെ താല്പര്യമുള്ള അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ പോകുമ്പോഴത്തേക്കിന് ഇപ്പം ഇവിടെ പറഞ്ഞാൽ ഈ ഒരു കരാറ് വെക്കുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ഒരു കല്യാണം എന്നുള്ള നിലയിലേക്ക് വെക്കുമ്പോഴത്തേക്കിന് നാളെ ഒരിക്കലും ഒരു പ്രശ്നം, ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഓക്കെ നിയമത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമസഹായം തേടിക്കൊണ്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിയമത്തിന്റെ സഹായം നമുക്ക് അവിടെ തേടാൻ പറ്റും. എന്നാൽ ലിവിങ് റിലേഷൻഷിപ്പിലാകുമ്പോൾ അത് ഉണ്ടാവില്ല. അവിടെ നമുക്ക് വേണ്ടത് എന്താണ്, പരസ്പര റെസ്പെക്റ്റോട് കൂടി തന്നെ രണ്ടാളുകളെയും കാണാൻ സാധിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉൾപ്പെടും. അതൊരു കല്യാണത്തിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന രണ്ടാളുകൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ പോയിട്ട് നാളെ ഒരു സമയത്ത് പിരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ചില ആളുകൾ കാണിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനത്തെ പരിപാടികൾ ദയവ് ചെയ്ത് ആരും ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ പറയുന്ന ഫിസിക്കൽ ഇൻറ്റിമസിക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കിന് രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും നിയമത്തിന്റെ മുന്നിൽ ശിക്ഷ ഉണ്ടാവേണ്ടത്. ഓക്കെ, രണ്ടുപേർ ചേർന്ന് ഒരു കാര്യം ചെയ്തിട്ട് അതിലൊരാൾ മാത്രം തെറ്റുകാരനാവുന്ന ആ ഒരു പരിപാടിയിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ പൂർണ്ണമായിട്ട് ലിവിങ് ടുഗദറിനെ ഇങ്ങനെ അത് ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കിന് കല്യാണം നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല. കാരണം കല്യാണ ശേഷം ഈ പറയുന്ന നാട്ടിലുള്ള പ്രശ്നങ്ങൾ, കുത്തും കൊലപാതകം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, സ്ത്രീധനം അത് ഇത് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അഭിമാനത്തിന്റെ പേരിൽ കല്യാണം ഓക്കെ താഴ്ന്ന ജാതി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതകം, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലിവിങ് ടുഗദറിലോട്ട് വരുമ്പോഴത്തേക്കിന് അങ്ങനത്തെ പരിപാടികൾ ഇവിടെ ഇല്ല. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന്റെ. ഇനി ബാക്കി അദ്ദേഹം പറഞ്ഞവരോട് കേൾക്കാം. ഞാൻ ചെയ്തു മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടാതിരിക്കുന്നത്, അത്രത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. ജയശ്രീ ഡോക്ടറാണ്, എൻ്റെ വരുമാനം ഇല്ലെങ്കിലും ജയശ്രീക്ക് തന്നെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്നെ എപ്പോൾ വേണമെങ്കിലും കളയുകയും ഒരു വിഷമവുമില്ല, ജയശ്രീക്ക് ഒരു പാടുമില്ല എന്നെ കളയാം, സ്വന്തമായിട്ട് ജീവിക്കാൻ തന്നെത്താൻ ജീവിക്കാൻ പറ്റും. അത്രയും കഴിവുള്ള ഒരു സ്ത്രീ ലിവിങ് ടുഗദർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അത്രത്തോളം ഫ്രീഡം അതിനകത്തുണ്ട്. ഏത് പ്രവൃത്തിക്കും നമുക്ക് സ്വതന്ത്രമായി തന്നെത്താനെ ഓരോ കാര്യത്തിനകത്തും ചെയ്യാനായിട്ടുള്ള അവകാശം നമുക്ക് ലഭിക്കും. അതാണ് അതിൻ്റെ ഗുണം. അതേസമയത്ത് അത്രയും വരെ കഴിയില്ല എന്നറിയുകയാണെങ്കിൽ ഒരു കരാറുണ്ടാക്കാം. അപ്പോൾ കരാർ വേദിച്ച് എന്തായാലും പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാതെ പറ്റില്ല എന്നറിയുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ എങ്കിലും വേണം. അമ്മയുടെ അച്ഛൻ്റെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒന്നുമല്ല പറയുന്നത്, സ്റ്റേറ്റിൻ്റെ വേണം. ഒരു അബ്സ്ട്രാക്റ്റായ സ്റ്റേറ്റാണത്. അപ്പോൾ ഒരു കോടതിയായാലും നമുക്ക് അവിടെ പോയിട്ട് ഈ കരാർ ഇയാൾ തെറ്റിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. അപ്പോൾ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കുന്ന വിവാഹ സമ്പ്രദായമായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾക്ക് സാമൂഹികമായ അംഗീകാരം വേണം, നമ്മുടെ മറ്റുള്ളവരൊക്കെ നമ്മുടെ കൂടെ വേണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യണം. അപ്പം ആരാണോ പങ്കാളികളാകുന്ന അവർ അമ്മയും അച്ഛനെയും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിക്കണം ആവശ്യമുണ്ടെങ്കിൽ. അല്ലാതെ ആവശ്യമില്ല. വളരെ മിതമായ രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ഉടുപ്പൊക്കെ ഇട്ടിരിക്കണമെന്നും മാലയിട്ടിരിക്കണമെന്നൊക്കെ കൊതിയുള്ളവർക്കൊക്കെ അതൊക്കെ ചേർക്കുന്നതിനെന്ന് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു പ്രാകൃത ആചാരങ്ങളാണ്. നമ്മളൊരു ഗോത്ര സംസ്കാരത്തിനകത്ത് നമുക്ക് സ്വത്തുത്തരയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്വർണ്ണം ഇട്ട് നിൽക്കുന്നത്. അത് ആനയെ ഇറക്കി നിർത്തിയിരിക്കുന്ന ആനപ്പെട്ട് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്ന വളരെ വികൃതമായ ഒരു ജീവിയാണത്. അത് പോയിന്റ്. പിന്നെ ഈ നമ്മുടെ ടിപ്പിക്കൽ മല്ലു കല്യാണത്തോടെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ബാധ്യതകൾ ഒരാവശ്യമില്ലാതെ കൊണ്ടുവെക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരു 10-15 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന ഒരു ആവറേജ് ഫാമിലി എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറവ് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വെച്ചൊരു കല്യാണം ഒരു ഫംഗ്ഷൻ പോലെ നടത്തി ഓക്കെ ഫൈൻ. അതിനുശേഷം ബാക്കിയുള്ള പൈസയ്ക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെ, ഹണിമൂണൊക്കെ ആ പൈസ കൊണ്ട് നമുക്ക് പൊക്കൂടെ. ഈ പറയുന്ന നാട്ടുകാരെ മൊത്തം നമ്മുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് പലപ്പോഴും എനിക്ക് ടിപ്പിക്കൽ മല്ലു കല്യാണം, നമ്മുടെ ഈ കല്യാണമൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിലാണെങ്കിൽ നമുക്കൊരു നിയമത്തിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ കിട്ടും. എന്നാൽ ലിവിങ് ടുഗദറിൽ ആ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാളെ ഒരിക്കൽ എന്തെങ്കിലും അങ്ങനെ പോയിട്ട് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കിന് അയ്യോ എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു സാധനം ആൾക്കാർ പറഞ്ഞിട്ട് അദ്ദേഹത്തില് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെങ്കിലും അലിൻ്റെ ആണെങ്കിലും സാറയുടെ ആണെങ്കിലും ആ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിട്ട് കണ്ടില്ലേ മറ്റേ രീതിയിൽ നടന്നതാണ്, ഇതിനു വേണ്ടി മാത്രമാണ് ഇവർ ഒരുമിച്ച് ചേർന്നേക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആദ്യം മാറണമെന്ന മൈൻഡ് സെറ്റാണ്. ചില ആളുകൾ മറ്റേ ആ പച്ച ഷർട്ടിട്ട് വന്നേക്കുന്ന ആ ഒരു ഡിബേറ്റിൽ വന്നിരുന്നേക്കുന്ന ഒരു വ്യക്തിയില്ലേ, അയാൾ ഈ ഒരു ഓപ്പൺ റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വെകിലികൾ പറയുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അതല്ല ലിവിങ് ടുഗദർ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ